ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ISROയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-8 വിക്ഷേപണം വിജയം. തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ പൃഥ്വിരാജ്, ഉർവശിയും ബീന ആർ ചന്ദ്രനും നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. മികച്ച ചിത്രം കാതൽ. വിലക്കയറ്റം ഒഴിവാക്കാൻ വിപണി ഇടപെടൽ നടത്താൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 225 കോടി രൂപ അനുവദിച്ചെന്ന് മന്ത്രി KN ബാലഗോപാൽ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലും ചാലിയാറിലും ഇന്നും തിരച്ചിൽ തുടരുന്നു. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരത്തിൽ. അത്യാഹിത വിഭാഗത്തെ സമരം ബാധിച്ചിട്ടില്ല. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുന്നു. ഇന്ന് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 6ാം ചരമവാർഷിക ദിനമായ ഇന്ന് രാജ്യം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ന്യൂഡൽഹിയിലെ സദൈവ് അടലിൽ വാജ്പേയിയുടെ സമാധിയിൽ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവരും ആദരാഞ്ജലി അർപ്പിച്ചു. ISRO വികസിപ്പിച്ച ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-8 വിക്ഷേപണം വിജയം. ചെറു ഉപഗ്രഹങ്ങൾ താഴ്ന്ന ഭ്രമണപഥങ്ങളിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വിക്ഷേപിക്കാനായി ISRO സജ്ജമാക്കിയ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV എന്ന റോക്കറ്റാണ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് രാവിലെ 9:17 വിക്ഷേപണം നടന്നത്. 14 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹത്തെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായ തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജനങ്ങളെ സേവിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടതെന്നും ജനങ്ങളുടെ അപേക്ഷകൾക്ക് പരിഹാരം കാണുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് വിലങ്ങാടുണ്ടായത് വലിയ ഉരുൾപൊട്ടലായിരുന്നുവെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുന്നറിയിപ്പുകൾ അനുസരിച്ചതുകൊണ്ടാണ് ആളപായം കുറയ്ക്കാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് കാലാവസ്ഥയുടെ മാറ്റം അതികഠിനമായി വന്നപ്പോൾ നാട്ടുകാരുടെയും അവിടുത്തെ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെയും എല്ലാം മുന്നറിയിപ്പുകൾ എല്ലാവരും കൂടി അവിടുന്ന് മാറി മറ്റ് സ്ഥലത്ത് പോയി താമസിച്ചു. വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായതെങ്കിലും വിലങ്ങാട് ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഈ കരുതലിൻ്റെ ഭാഗമായാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇത്തരം ദുരന്തഘട്ടങ്ങളിലെല്ലാം മികവാർന്ന പ്രവർത്തനമാണ് നടത്താറുള്ളത്. വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 225 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഓണക്കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ബജറ്റ് വിഹിതത്തിന് പുറമെ 120 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് അധികമായി ലഭ്യമാക്കിയത്. സംസ്ഥാനതല കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനമായ കതിർ ആപ്പും മുഖ്യമന്ത്രി പുറത്തിറക്കും. വയനാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങളിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് ചാലിയാർ കേന്ദ്രീകരിച്ചാണ്. ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളാണ് കൂടുതലായും തിരച്ചിൽ നടക്കുന്നത്. ഉരുൾപൊട്ടലിൽ 212 ശരീരഭാഗങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. ഇതിൽ 173 ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നുമായിരുന്നു. 5 സെക്ടറുകളായാണ് തിരച്ചിൽ നടക്കുന്നത്. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണ് അടിഞ്ഞുകൂടിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. വിവിധ സേനകൾ കൂടാതെ കടാബർ നായ്ക്കളെയും ഉപയോഗിച്ചാണ് ഈ ഭാഗങ്ങളിൽ ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടലിൽ ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ ലഭ്യമാക്കാൻ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അദാലത്ത് നടക്കുന്നുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക അദാലത്ത് വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. റേഷൻ കാർഡ്, വോട്ടർ ID, ആധാർ കാർഡ്, RC ബുക്ക്, ബാങ്ക് പാസ്ബുക്ക്, ഭൂരേഖകൾ തുടങ്ങിയവ അദാലത്തിൽ ലഭ്യമാക്കും. കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ KSEBക്ക് 7.87 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. വിലങ്ങാട് ചെറുകിട ജലവൈദ്യുത പദ്ധതി അടക്കം 6 വൈദ്യുത പദ്ധതികൾക്കും നാശനഷ്ടം ഉണ്ടായി. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട്ടെ അർജുനെ കണ്ടെത്താൻ ഇന്നും ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും നാവികസേനയും തിരച്ചിലിൽ പങ്കാളികളാണ്. അർജുനെ കാണാതായിട്ട് ഇന്ന് 1 മാസം പൂർത്തിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊല്ലത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന് കീഴിലുള്ള കേസുകൾ പരിഗണിക്കുന്നതിനുള്ള പ്രത്യേക ഡിജിറ്റൽ കോടതി ഇന്ന് വൈകിട്ട് ഹൈക്കോടതിയിൽ നടക്കുന്ന ചടങ്ങിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരത്തിൽ. PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഹൌസ് സർജന്മാരും സംസ്ഥാന വ്യാപകമായി ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചാണ് സമരം നാളെ രാവിലെ 8 മണി വരെ തുടരും. എന്നാൽ അത്യാഹിത വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം തുടരുന്നുണ്ട്. അടിയന്തര ശസ്ത്രക്രിയകളും ലേബർ റൂം സേവനങ്ങളും തുടരുന്നു. കൂടുതൽ സീനിയർ ഡോക്ടർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് അധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഡോക്ടർമാരുടെ സംഘടനയായ KGMOA ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുന്നു. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രൂരമായ കുറ്റകൃത്യത്തിനെതിരെയും ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ട അക്രമത്തിലും പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാളെ രാജ്യവ്യാപക സമരം പ്രഖ്യാപിച്ചു. നാളെ രാവിലെ 6 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് ഡോക്ടർമാർ പണിമുടക്കുന്നതെന്ന് പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ ആദ്യത്തെ മിൽക്ക് ATM മൂന്നാറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൂന്നാർ ലക്ഷ്മി ക്ഷീര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിന്റെ ഹൃദയഭാഗത്താണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. 200 ലിറ്റർ സംഭരണശേഷിയുള്ള മെഷീൻ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മിച്ചത്. പാൽ കേടുകൂടാതെയിരിക്കാൻ മെഷീനിൽ കൂളർ സംവിധാനമുണ്ട്. ഇതിനു പുറമെ പണം ശേഖരിക്കുന്ന കറൻസി ഡിറ്റക്ടർ, കംപ്രസർ, ക്ലീനിംഗ് സംവിധാനം എന്നിവയും ഇതിനുള്ളിലുണ്ട്. പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ഭാവിയിൽ ക്ഷീരസംഘത്തിൽ നിന്നും ലഭ്യമാകുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചോ QR കോഡ് സ്കാൻ ചെയ്തോ പാൽ ശേഖരിക്കാവുന്ന സംവിധാനവും ഒരുക്കും. സംഭരണിയിൽ പാൽ തീരുന്ന മുറയ്ക്ക് ലക്ഷ്മി ക്ഷീരസംഘത്തിൽ നിന്നുള്ള പാൽ ഇതിൽ നിറയ്ക്കും. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് നേടി. ആടുജീവിതം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ഉള്ളൊരുക്കം എന്ന ചിത്രത്തിലൂടെ ഉർവശിയും തടവ് എന്ന ചിത്രത്തിലൂടെ ബീന R ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. കാതൽ മികച്ച ചിത്രം. മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ആടുജീവിതത്തിലൂടെ ബ്ലസ്സി നേടി. ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ആടുജീവിതം നേടി. ആടുജീവിതം ആകെ 10 പുരസ്കാരങ്ങൾ നേടി. മികച്ച ഗായകനുള്ള പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർ. ജനനം 1947 പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് പുരസ്കാരം. ആൻ ആമി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടി. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് പുരസ്കാരം. ഡബ്ബിങ്ങിനുള്ള പുരസ്കാരങ്ങൾ സുമംഗലയും റോഷൻ മാത്യുവും നേടി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവും ഇന്ന് ഉണ്ടാകും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. ഇന്ന് പൂജകൾ ഉണ്ടാകില്ല. നാളെ മുതൽ 21 വരെ വിശേഷാൽ പൂജകൾ നടത്തും. തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിന് എത്താൻ സൗകര്യമുണ്ട്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 19 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചിട്ടില്ല. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കൂടിയാൽ ഡാം തുറന്നുവിടാനുള്ള സാധ്യത നിലവിലുണ്ട്. കക്കാട് പവർ ഹൌസ് വരെയുള്ള പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം. കണ്ണൂരിലെ ഹാൻവീവ് ആസ്ഥാന മന്ദിരത്തോടനുബന്ധിച്ച് വിശാലമായ മാർക്കറ്റിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം 8 കോടി രൂപ അനുവദിച്ചതായി ഹാൻവീവ് ചെയർമാൻ TK ഗോവിന്ദൻ കണ്ണൂരിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ISROയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 8ന്റെ വിക്ഷേപണം വിജയം. തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ പൃഥ്വിരാജ്. ഉർവശിയും ബീന R ചന്ദ്രനും നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. മികച്ച ചിത്രം കാതൽ. ആടുജീവിതത്തിന് 10 പുരസ്കാരങ്ങൾ. വിലക്കയറ്റം ഒഴിവാക്കാൻ വിപണി ഇടപെടൽ നടത്താൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 225 കോടി രൂപ അനുവദിച്ചെന്ന് മന്ത്രി KN ബാലഗോപാൽ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലും ചാലിയാറിലും ഇന്നും തിരച്ചിൽ തുടരുന്നു. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരത്തിൽ. അത്യാഹിത വിഭാഗത്തെ സമരം ബാധിച്ചിട്ടില്ല. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുന്നു. ഇന്ന് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.